ഗസയിലെ ഇസ്രായേൽ ആക്രമണം രാജ്യസഭയിൽ ചർച്ച ചെയ്യാൻ ഗുലാം നബി ആസാദ്, ജയറാം രമേശ്, വിപ്ലവ് ഠാക്കൂർ, കെ.സി. ത്യാഗി, നരേന്ദ്രകുമാർ കാശ്യപ്, മുഹമ്മദ് അദീബ്, പി. രാജീവ്, ടി.കെ. രംഗരാജൻ, ഋതബ്രത ബാനർജി എന്നിവരാണ് നോട്ടീസ് നൽകിയിരുന്നത്. ഈ വിഷയം ഹ്രസ്വ ചർച്ചയായി രാജ്യസഭാ നടപടിക്രമങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ചോദ്യോത്തരവേളയും മറ്റു നടപടികളും പൂർത്തിയായപ്പോൾ ചെയറിലുണ്ടായിരുന്ന ഉപാധ്യക്ഷൻ പി.ജെ. കുര്യൻ ശൂന്യവേളാ പരാമർശത്തിനായി JDU അംഗത്തെ ക്ഷണിച്ചു. ഇതോടെ ഗസ പ്രശ്നം ചർച്ച ചെയ്യണമെന്നും അത് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്ത് വന്നു. എന്നാൽ ഇത്തരം ചർച്ചകൾ സഭയിൽ നടത്താൻ സർക്കാർ തയ്യാറല്ലെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രാജ്യസഭയെ അറിയിച്ചു. എന്തെങ്കിലും തരത്തിലുള്ള മര്യാദയില്ലാത്ത പരാമർശങ്ങൾ ചർച്ചയിലുണ്ടായാൽ അത് ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുമെന്നും അതിനാൽ ചർച്ച അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട അധ്യക്ഷന് കത്ത് നൽകിയിട്ടുണ്ടെന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കി. അധ്യക്ഷന്റെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാനും വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷം ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. നടപടിക്രമങ്ങളുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞാൽ അത് സഭയുടെ പൊതുസ്വത്താണെന്നും അതിൽ പിന്നീട് മാറ്റം വരുത്താൻ അധ്യക്ഷന് പോലും അവകാശമില്ലെന്നും ചട്ടങ്ങൾ ഉദ്ധരിച്ച് CPM നേതാവ് സീതാറാം യെച്ചൂരി പറഞ്ഞു. ഇക്കാര്യത്തിൽ അധ്യക്ഷന് കത്ത് നൽകിയ സർക്കാർ സഭയോട് അനാദരവ് പ്രകടിപ്പിച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബഹളത്തെ തുടർന്ന് 15 മിനിറ്റ് നേരം സഭ നിർത്തിവെച്ചു. വീണ്ടും ചേർന്നപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നു. ഇക്കാര്യം പഠിച്ച് തീരുമാനമെടുക്കാൻ കൂടുതൽ സമയം വേണമെന്ന് വ്യക്തമാക്കിയ ഉപാധ്യക്ഷൻ 2 മണിവരെ സഭ നിർത്തിവെച്ചു. 2 മണിക്ക് ചേർന്നപ്പോൾ സർക്കാർ നിലപാട് ആവർത്തിച്ചു. റൂളിംഗിന് കൂടുതൽ സമയം വേണമെന്നും അതിനു മുൻപ് റെയിൽവേ ബജറ്റിന്മേൽ ചർച്ച ആരംഭിക്കാമെന്നും ഉപാധ്യക്ഷൻ നിർദ്ദേശിച്ചുവെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. വീണ്ടും നിർത്തിവെച്ച സഭ 3 മണിക്ക് ചേർന്ന് ബഹളത്തെ തുടർന്ന് അടുത്ത ദിവസം വരെ പിരിഞ്ഞു. കേന്ദ്ര സർക്കാർ ഇസ്രായേലിന് അനുകൂലമായ നിലപാടെടുക്കുന്നുവെന്ന ആരോപണം ഉയർന്നതിനിടെയാണ് ഈ വിഷയത്തിൽ ചർച്ച അനുവദിക്കാനാവില്ലെന്ന് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. മീഡിയ 1, ഡൽഹി.